മൂന്നാമതായിട്ട് പ്രഭാഷകന്റെ പുസ്തകം 23 അധ്യായം 27 വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തും. എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യില്ലായിരുന്നു. ശാന്തഗുണത്തിന് വലിയ നിർഭയുള്ള യൗസേപ്പ് പിതാവ് പറയും, ആ ജീവിതം നമ്മളെ കാണിച്ചു തരും. ഒരിക്കലും ചുണ്ടുകൾക്കിടയിൽ, വാക്കുകൾക്കും ജീവിതത്തിനുമിടയിൽ പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ ജീവിച്ച ഒരു ജീവിതത്തിൻ്റെ കുടുംബനാഥൻ്റെ പേരാണ് യൗസേപ്പ് പിതാവ്. നമ്മൾ നോക്കി നമ്മുടെ വീടുകളിൽ കൊച്ചു കൊച്ചു തമാശകളുടെ വഴക്കുകൾ ഉണ്ടാകും. കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പങ്കുവെച്ച് മുറിപ്പെടുത്താൻ ശ്രമിക്കും. അങ്ങനെ വലിയ വലിയ വഴക്കുകളും അകലങ്ങളും കുടുംബ ബന്ധങ്ങളിൽ വന്നു പോകുന്നതിൻ്റെ കാരണം എൻ്റെ വായ്ക്ക് കാവൽക്കാരനില്ല, എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയുമുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറവുകൾ പറഞ്ഞു നമ്മൾ നടക്കും. മറ്റുള്ളവരുടെ പോരായ്മകൾ അന്വേഷിച്ച് നടക്കും. എപ്പോഴെങ്കിലും നമ്മൾ നോക്കിയിട്ടുണ്ട് മറ്റുള്ളവൻ്റെ ജീവിതത്തിലെ നന്മകളെ കാണാൻ യൗസേപ്പ് പിതാവിനെ പോലെ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരെ പോലെ മറ്റുള്ളവരുടെ നന്മകൾ പറഞ്ഞു നടക്കാൻ നമ്മുടെ നാവിനെയും നമ്മുടെ വാക്കിനെയൊക്കെ ഒന്ന് ഒരുക്കിയിട്ടുണ്ടോ? എന്നും പരാതികൾ, കിട്ടാത്തതിനെക്കുറിച്ചും ലഭിക്കാത്തതിനെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ചും പരാതികളും പരിഭവങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഇടനാഴിൽ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണില്ല. എന്തുമാത്രം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തതാ, എന്തുമാത്രം ഞങ്ങൾ പ്രാർത്ഥിച്ചതാ. എന്നിട്ടൊക്കെ പലപ്പോഴും ചില ദുഃഖങ്ങൾ വരുമ്പോൾ, ചില നിരാശയുടെ അനുഭവങ്ങൾ വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന ബോധത്തോടെയൊക്കെ പരാതികളും പരിഭവങ്ങളും ജീവിത പങ്കാളിയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ജീവിത സഖിയെക്കുറിച്ചും സഹപ്രവർത്തകരെക്കുറിച്ചൊക്കെ നമ്മൾ പറയാൻ ആഗ്രഹിച്ചിട്ടും ആഗ്രഹിക്കാതെയൊക്കെ പറയുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൻ്റെ 7 അയൽപക്കങ്ങളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല പരാതികളും പരിഭവങ്ങളുമുള്ള ഒരു ജീവിതം. 3 കാര്യങ്ങളാണ് ഇന്ന് യൗസേപ്പ് പിതാവ് നമ്മൾ ഓർമ്മപ്പെടുത്തുക. ജീവിതത്തിൻ്റെ വ്യഗ്രതകൾ എന്തുമാകട്ടെ, ഒരുപാട് ടെൻഷൻ പിടിച്ച് ജീവിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ വീടുകളിൽ സന്തോഷവും സമാധാനവും സംതൃപ്തി ഉണ്ടാകണം. എല്ലാം ഉണ്ടായിട്ടും ഈ 3 ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. എല്ലാം നൽകുന്ന ദൈവത്തിൻ്റെ കൃപയായ സന്തോഷവും സമാധാനവും ശാന്തതയും നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ യൗസേപ്പ് പിതാവിനെ കുറിച്ച് കേട്ട് എഴുന്നേറ്റ് പോകാമെന്നേ അർത്ഥമുള്ളൂ. രണ്ടാമതായിട്ട് പറയണം, ഈ സഹനങ്ങളൊക്കെ നമ്മളെ വെട്ടിയൊരുക്കുകയാണ്. മുന്തിരിത്തണ്ടിനെ വെട്ടിയൊരുക്കി കൂടുതൽ ഫലം നൽകുന്നത് പോലെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ പരിപോഷണമായി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് സഹനങ്ങൾ നൽകുമ്പോൾ അതെല്ലാം ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന് സൗരഭ്യം നൽകുമെന്ന് നമ്മൾ മറക്കരുത്. 3, പകർന്നു കൊടുക്കുന്ന ജീവിത മാതൃകയിൽ പരാതികളും പരിഭവങ്ങളും പറയുന്ന ഒരു അപ്പനും അമ്മയുമായിരുന്നു എൻ്റെ മാതാപിതാക്കളെന്ന് നമ്മുടെ മക്കളെക്കുറിച്ച് പറയാതിരിക്കട്ടെ. എന്നും നമ്മളെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച് മക്കൾ പറയണം, യൗസേപ്പ് പിതാവിനെ പോലൊരു അപ്പനായിരുന്നു എൻ്റെ അപ്പൻ, പരിശുദ്ധ അമ്മയെപ്പോലൊരു അമ്മയായിരുന്നു എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബജീവിതം തിരുക്കുടുംബത്തെ പോലെയായി എന്നോർക്കണം. ദൈവകൃപയുടെ ഒരു ദിവസം പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.